അങ്ങനെ രമ്യയ്ക്ക് പോകാനുള്ള ദിവസം എത്തി. അവൾക്ക് ആകപ്പാടെ മൊത്തത്തിലൊരു ആശയക്കുഴപ്പമായിരുന്നു. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ ആഹാരം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് അരി മാത്രം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായി കഞ്ഞി വെച്ച് കുടിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറികൾ വേണ്ടേ? അരിയും കുറവാണ്. ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ഒന്നും കഴിക്കാതിരുന്നാൽ ചുറ്റുമുള്ള ആൾക്കാർ ശ്രദ്ധിക്കില്ലേ? അതൊക്കെയായിരുന്നു അവളുടെ ചിന്ത. പിന്നെ പോരാത്തതിന് നല്ല ഡ്രസ്സുമില്ല ഇട്ടുകൊണ്ട് പോകാൻ. ഉള്ള ഡ്രസ്സെല്ലാം വീട്ടിലിട്ടിട്ട് 1-2 ജോഡിയുമായിട്ടാണല്ലോ താൻ മനോജിനോടൊപ്പം തിരിച്ചത്. ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായി അവൾ. അങ്ങനെ അവൾ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. ഉള്ള ഡ്രസ്സുകളെല്ലാം കഴുകി വൃത്തിയാക്കി മടക്കി വെച്ചു. പിന്നെ ഉള്ള അരിയിട്ട് ചോറ് വയ്ക്കാമെന്ന് കരുതി. തോരൻ വയ്ക്കാനോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ചുറ്റുപാടും നോക്കി. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇനി ചമ്മന്തി കൂട്ടി കൊണ്ടുപോവാം അവൾ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ കറങ്ങിയിട്ട് മനോജ് തിരിച്ചു വന്നു. എന്തായി, ജോലിക്ക് പോകാൻ റെഡിയായോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവന് സ്വല്പം സന്തോഷമുണ്ട്. അവളെ ജോലിക്ക് പറഞ്ഞു വിട്ട് ഇനി മുതൽ അങ്ങോട്ട് തനിക്ക് ജീവിക്കാമല്ലോ എന്ന് ഓർത്തതാണ് അവൻ ഇത്രയും സന്തോഷം. എല്ലാം റെഡിയായി. മണിയായിട്ട് ജോലിക്കൊക്കെ പോയി ശമ്പളമൊക്കെ കൊണ്ടുവാ. നീ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? അവൾ തിരിച്ചു ചോദിച്ചു. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാടി. ഇന്നും പോയത് അതിനല്ലേ? അവൻ അവൻ്റെ ഫ്രണ്ട്സുമായി കറങ്ങിയിട്ടാണ് വന്നത്. എന്നിട്ട് അവളോട് പറഞ്ഞു ജോലിക്ക് ശ്രമിച്ചിട്ട് വന്നതാണെന്ന്. അവൾ അത് വിശ്വസിച്ചു. അങ്ങനെ അവൾ വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞു. ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കൊണ്ടുപോകാൻ അരി കുറവാണ്, കറി വയ്ക്കാനൊന്നുമില്ല. അത് നീ 1-2 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അവൾ ജോലിക്കായി ഇറങ്ങി. അവൾക്കുള്ളതിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും ചമ്മന്തിയുമായിട്ട് അവൾ തുണിക്കടയിൽ പോകാനായി ഇറങ്ങി. മനോജ് പറഞ്ഞു, നീ ബസ്സിൽ പോകത്തില്ലേ? ഞാൻ കൊണ്ടാക്കി, എൻ്റെ പെട്രോൾ കളയണോ? ഒന്നാമത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അത് കുഴപ്പമില്ല, ഞാൻ ബസ്സിൽ പൊക്കോളാം, അവൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പ് വരെ. അവൾ ഏന്തി വലിച്ച് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് ബസ് കാത്തു നിന്നു. ആ റൂട്ടിൽ കൂടി ബസ് വളരെ കുറവാണ്. ബസ്സിൻ്റെ സമയങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരു ബസ് ഉണ്ടെന്ന് അപ്പുറത്തെ ആൻറ്റി പറയുന്നത് കേട്ടു. അത് കേട്ടിട്ടാണ് ആ സമയത്ത് ഇറങ്ങിയത്. അങ്ങനെ ഇരുന്നപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറി അവൾ കടയിലെത്തി. അവൾക്ക് ഇതൊന്നും പരിചയമില്ലാത്തതാണ്. തുണിക്കടയിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ തുണി പ്രസൻറ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ തുണി മുറിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. ഫുള്ള് ബ്ലാങ്കായിട്ടാണ് അവൾ കടയിലേക്ക് ചെന്നത്. കടയിൽ ചെന്നതും ചുറ്റുമുള്ളവരൊക്കെ പരിചയപ്പെട്ടു. അവളെ തുടക്കത്തിൽ റിസപ്ഷനിലാണ് നിർത്തിയത്. എല്ലാം കണ്ടും കേട്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയത്. മാനേജർ ഇടയ്ക്ക് അവളെ അകത്തേക്ക് വിളിപ്പിച്ചു. കുറച്ചും കൂടി നല്ല ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പും ഒക്കെ ചെയ്തിട്ട് വരണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ തോന്നണ്ടേ റിസപ്ഷനിൽ നിൽക്കുമ്പോൾ. അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. കാര്യം എന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ പുതിയ ഡ്രസ്സ് മേടിക്കാനോ മേക്കപ്പ് ചെയ്യാനോ ഒന്നുമില്ല. അവൾ തലയാട്ടിയിട്ട് ക്യാബിനിൽ നിന്ന് ഇറങ്ങി. വീണ്ടും റിസപ്ഷനിൽ ചെന്ന് നിന്നു. ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് മൊത്തത്തിലൊരു നാണം കെട്ട അവസ്ഥയുണ്ട്. കാരണം തന്നെ അറിയാവുന്ന ആരെങ്കിലും ഈ കടയിൽ വന്ന് സാധനം എടുത്താൽ താൻ ഈ ജോലിക്ക് നിൽക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അമ്മയുടെ അച്ഛൻ്റെ മുന്നിലും രവിയുടെ മുന്നിലുമൊക്കെ വലിയ വീരഗാഥ ചമഞ്ഞ് മനോജിനോടൊപ്പം പുറപ്പെട്ടിട്ട് തൻ്റെ അവസ്ഥ ഇങ്ങനെയായെന്ന് മറ്റുള്ളവരറിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്, അവൾ ചിന്തിച്ചു. മാക്സിമം ആൾക്കാരെ ഫേസ് ചെയ്യാതിരിക്കാൻ ആരെങ്കിലുമൊക്കെ കടയിലേക്ക് വരുമ്പോൾ അവൾ മുഖം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ തിരിച്ചൊക്കെ മുഖം കൊടുക്കാത്ത രീതിയിൽ നിൽക്കും. ഭാഗ്യം ഇതുവരെയൊന്നും ആരും വന്നിട്ടില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. കടയിൽ നിന്നിറങ്ങിയപ്പോൾ ഏറെക്കുറെ സന്ധ്യയായി. അവൾ മനോജിനെ വിളിച്ചു. തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വിളിച്ചത്. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. കുറേ തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അവൾക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. ഇനി എത്ര മണിക്കാണോ എന്തോ ബസ്. അവൾ അടുത്തുള്ള കടയിൽ ചോദിച്ചു, ഇപ്പോൾ അങ്ങോട്ട് ബസ്സുണ്ടോ? മോളെ, ബസ് ഇപ്പോൾ പോയല്ലോ, ഇനി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടേ ബസ് വരത്തുള്ളൂ. അവൾ വാച്ചിലേക്ക് നോക്കി. ഇപ്പോൾ തന്നെ മണി 7 ആയിരിക്കുന്നു. ഇനി 7:30 ബസ് വരികയുള്ളൂ എന്ന്. വയറാണെങ്കിൽ നന്നായി വിശക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ വീണ്ടും ഫോണെടുത്ത് മനോജിനെ വിളിച്ചു. എവിടാണോ, ഒരു രക്ഷയുമില്ല. വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. ഇനി ചാർജ് തീർന്നതായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. അവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. അവൾ കിടന്ന് വിളിക്കുന്നു, അവൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്തിനാണോ എന്തോ കിടന്ന് വിളിക്കുന്നത്? എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അവനങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പക്ഷെ അവൾ കരുതിയത് ചാർജ് തീർന്നെന്നാണ്. അങ്ങനെ ഒരിക്കലും മനോജ് ചെയ്യുമെന്ന് അവൾ കരുതുന്നില്ല. അങ്ങനെ പിന്നീട് അവൾ വിളിച്ചില്ല. ബസ് കാത്ത് നിന്ന് 7:30 ആയപ്പോൾ ബസ് വന്നു. ബസ്സിൽ വലിഞ്ഞു പിടിച്ച് കയറി. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ആ ഇരുട്ടത്ത് അവൾ തപ്പിയും തടഞ്ഞും വീട്ടിലെത്തിയതും ഫുള്ള് ഇരുട്ട്. മനോജ് വീട്ടിലില്ല.
അവൾ എങ്ങനെയൊക്കെയോ വീടിനകത്തേക്ക് കയറി എല്ലായിടവും ലൈറ്റ് ഇട്ടു. ഓഹ്, എന്തൊരു ഗതികേടാണ്, അവൾ മനസ്സിൽ ഓർത്തു. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് രവി കടന്നു വന്നു. രവിയോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളും രവി തന്നോട് കാണിച്ചിരുന്ന സ്നേഹവും ഒക്കെ അവളുടെ മനസ്സിലേക്ക് ഒരു ഇടിമിന്നൽ പോലെ ഇടയ്ക്കൊന്ന് കടന്നു വന്നു. പെട്ടെന്ന് അവളത് മറക്കാൻ ശ്രമിച്ചു. കാരണം താനായിട്ട് തിരഞ്ഞെടുത്തതാണ് ഈ ജീവിതം. ഇനി എന്ത് ഉണ്ടായാലും അത് അനുഭവിക്കുക തന്നെ അവൾ ഉറപ്പിച്ചു. വീട്ടിൽ വന്ന് അവൾ പെട്ടെന്ന് തന്നെ ഇട്ടിരുന്ന ഡ്രസ്സും പിന്നെ മനോജിൻ്റെ ഡ്രസ്സുമൊക്കെ കഴുകിയിട്ടു. അതിനുശേഷം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്നതും ബാലൻസ് ചോറുന്നത് മനോജ് കഴിച്ചു. ഒന്നുമില്ല. അവൾ വീണ്ടും മനോജിനെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. ഇനി എന്ത് കഴിക്കും? അവൾക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ പോലും പഞ്ചസാരയില്ല. ആകപ്പാടെ ബുദ്ധിമുട്ട്. അവൾ കട്ടിലിൽ കയറി കിടന്ന് കുറച്ചു നേരം മേളിലേക്ക് നോക്കി ആലോചിച്ചു. താൻ ഈ സമയത്തൊക്കെ വീട്ടിൽ തിന്നും കുടിച്ചും ലാവിഷായിട്ട് നടന്നതൊക്കെ അവൾക്ക് ഓർമ്മ വന്നു. വിശപ്പ് അവളെ പലതും ചിന്തിപ്പിച്ചു. താൻ ഇതുവരെ ഇങ്ങനെ ഒരു ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടില്ല. എന്തൊക്കെ രീതിയിലാണ് താൻ ജീവിച്ചത്, എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിച്ചിട്ടുള്ളത്, അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ഒരു ദീർഘനിശ്വാസം വന്നു. ഇപ്പോൾ 1 മണി അരി പോലുമില്ല, ദാരിദ്ര്യവും കഷ്ടപ്പാടും, നല്ലൊരു ഡ്രസ്സ് പോലുമില്ല. പക്ഷേ അവൾക്ക് പ്രത്യേകിച്ചൊരു ഫീലിങ്സും തോന്നിയില്ല. കാരണം താൻ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ. ഇനിയിപ്പം ആരോട് എന്തു പറയാനാണ്? ഒരു 8:30 ആയപ്പോൾ മനോജ് വന്നു. ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു. അവൾ ഏന്തി വലിച്ച് ഹാളിലേക്ക് ചെന്നു. വിശപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് എഴുന്നേറ്റപ്പോൾ ശരീരം മൊത്തം കുഴയുന്നത് പോലെ തോന്നി. അവളുടെ നിൽപ്പ് കണ്ട മനോജ് ചോദിച്ചു, നിനക്കെന്ത് പറ്റി? എനിക്കെന്തോ ശരീരം കുഴയുന്നത് പോലെ. ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നും അവൻ ചോദിച്ചില്ല. പോകണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസയില്ല. എന്ത്? കുറച്ചു നേരം പോയി കെടാ, അവൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ വിശക്കുന്നു മനോജ്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു ശകലം ചോറാണ് കഴിച്ചത്. ഇവിടെ വന്നിട്ടും ആഹാരമൊന്നുമില്ല. വീട്ടിലേക്ക് നാളെ വയ്ക്കാനും ഒന്നുമില്ല. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലേ? ഞാൻ ജോലിക്ക് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എങ്ങനെയാണ് പൈസ? അവൻ ഒന്ന് ഇരുത്തി മൂളി. ഞാൻ ആരെങ്കിലും കൂട്ടുകാരന്മാരുടെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ബൈക്കും എടുത്തുകൊണ്ട് ഇറങ്ങി. അവൾ കതകടച്ച് വീണ്ടും കിടന്നു. അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി, ശരീരം കുഴയുന്നത് പോലെ തോന്നി. കാരണം ഇതുപോലെ അവൾ ആഹാരം കഴിക്കാതെ അവളുടെ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. അവൾ പതിയെ കട്ടിലിലേക്ക് കിടന്നു. കതകിനുള്ള തട്ട് കേട്ടിട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. ഫോണെടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ 10 മിസ് കോൾ. മനോജായിരുന്നു. ഭയങ്കരമായ തട്ട്. അവൾ ഓടിച്ചെന്ന് കതക് തുറന്നു മനോജിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് പേടിയായി. മനോജ്, ഇത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു, നീ എന്താ കതക് തുറക്കാഞ്ഞത്? നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ് കലി പൂണ്ട് കണ്ണും തള്ളി നിൽക്കുന്ന മനോജിനെയാണ് രമ്യ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.